വീണ്ടും ഒരു ട്രെയിൻ യാത്രയിലാണ്. ഡെർബിക്ക് പോവുകയാണ്. ഡെർബി യൂണിവേഴ്സിറ്റിയിലെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഡെർബി യൂണിവേഴ്സിറ്റിയിലെ ഓപ്പൺ ഡേക്കാണ് ഞാനിന്ന് പോകുന്നത്. എൻ്റെ കൂടെ മോളുമുണ്ട്. ഇത് ട്രെയിനിൻ്റെ അകമാണ്, ഉൾവശമാണ്. മാഞ്ചസ്റ്റർ ടു ലണ്ടൻ പോകുന്ന ഒരു ട്രെയിനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ലഗേജൊക്കെ വെക്കാനുള്ള പ്രത്യേക സൗകര്യം ഇവിടെയുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇത് ലഗേജൊക്കെ വെക്കാനുള്ള ഒരു പ്രത്യേക ക്യാബിനാണ്. ട്രെയിനിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. UK-യിലെ മോസ്റ്റ് ഓഫ് ദ ട്രെയിൻസ് ഇങ്ങനെ തന്നെയാണെന്ന് പറയാം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെയറും ടേബിളും ഒക്കെ ഉള്ളതുണ്ട്. അതിന് നമ്മൾ പ്രത്യേകം സീറ്റ് സെലക്ട് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പം കൂടെ മോളുണ്ട്. ഹലോ അജിസ, ഹായ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ ഓപ്പൺ ഡേയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഡെർബി യൂണിവേഴ്സിറ്റി നമ്മൾ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ ഡെർബി യൂണിവേഴ്സിറ്റി ബസ്സിൽ നമ്മളെ ബസ്സിൻ്റെ ഉള്ളിൽ കാഴ്ചയുണ്ട്. ഇഷ്ടംപോലെ സർവീസുണ്ട്. കുറച്ച് പേരെ മാത്രമേ അവർ ഒരു സമയത്ത് കയറ്റുന്നുള്ളൂ. ഏതാണ്ട് 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തെത്തും. അവർ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത്. റോഡിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, എവിടെയാണ് ചെല്ലേണ്ടത് എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും തരുന്നുണ്ട്. ഏകദേശം ഇതാണ് റോഡ് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് പോകുന്നത്. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിമനോഹരമായിട്ട് തോന്നും. ആവശ്യത്തിന് ജീവനക്കാരെ എല്ലാ സ്ഥലങ്ങളിലും നിയോഗിച്ചിട്ടുണ്ട്. ബോർഡ് വെൽക്കം ഓപ്പൺ ഡേ എന്നെഴുതിയ ബോർഡ് എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ജീവനക്കാർ നമ്മളെ സഹായിക്കാനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കിയിരിക്കുന്നു. അതിമനോഹരമായ ഒരു ക്യാമ്പാണെന്ന് തന്നെ പറയാം. ഒത്തിരി വലുതൊന്നുമല്ല, എന്നാലും ആവശ്യത്തിന് സൗകര്യങ്ങൾ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സ്പോർട്സ് കോംപ്ലക്സ് കാണാം. കൂടാതെ പാർക്കിംഗ് ഏരിയ, ഈ റൈറ്റ് സൈഡിലായിട്ട് പാർക്കിംഗ് ഏരിയ ആണ്. വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. സ്റ്റുഡൻസിന് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. ഇവിടെ പൊതുവെ UK-യിലെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. 1 മണിക്കൂറിൽ കൂടുതൽ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീസ് ഈടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു വിഷയമല്ല. യൂണിവേഴ്സിറ്റിയുടെ ബസ് റെയിൽവേ സ്റ്റേഷനിലേക്കും മാർക്കറ്റിലേക്കും ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് പോകാവുന്നതാണ്. ക്യാമ്പിലേക്കും അക്കോമഡേഷൻ സ്ഥലങ്ങളിലേക്കും ഒക്കെ ഫ്രീ ബസ്സാണ് ഇവിടെയുള്ളത്. ഈ ഫ്രീ ബസ്സാണ് ഈ മുന്നിൽ കാണുന്നത്. ഇതുവഴി ഞാനിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബിയുടെ മുന്നിലാണ്. നിരവധി മലയാളികളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളും പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് UK-യിലെ ഡെർബി യൂണിവേഴ്സിറ്റി. മനോഹരമായ സജ്ജീകരണങ്ങളാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. ക്യാമ്പസിൻ്റെ അകവും അക്കോമഡേഷനും ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളെല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ കുട്ടികളെ വിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങൾ വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും തരുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബിയുടെ മുന്നിൽ നിന്നും സാജൻ പാമ്പാടി. യൂണിവേഴ്സിറ്റി ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. മോളാണ് മുന്നിൽ നടന്നു പോകുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ് ആണ്. ഓപ്പൺ ഡേ എന്ന് അവിടെ എല്ലായിടത്തും വെൽക്കം വെച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം 100 കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഓപ്പൺ ഡേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ച് UK-യിൽ ഉള്ളവരാണ് ഇന്നത്തെ ദിവസം എത്തിയിരുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ വേറൊരു ദിവസമാണ്. കാരണം നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെയല്ല, വേറൊരു രീതിയാണ്. ഇവിടെയുള്ളവരുടെ മലയാളികളായും ഇവിടുത്തെ നാഷണാലിറ്റി ആയും ഒക്കെ ഉള്ളവരുടെ കുട്ടികൾക്കാണ് ഇന്ന് ഓപ്പൺ ഡേ ഉണ്ടായിരുന്നത്. UK-യിൽ 2-3 വർഷം കൊണ്ട് വന്നവരും അല്ലെങ്കിൽ 10-20 വർഷമായിട്ട് താമസിക്കുന്നവരും അവരുടെ കുട്ടികളെക്കൊണ്ടാണ് ഇതെത്തിയിരുന്നത്. മലയാളികൾ മാത്രമല്ല, ഇവിടുത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പഠിക്കുന്നു. ഏത് പ്രായത്തിലുള്ളവർക്കും ഇവിടെ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പസിൽ ജീവനക്കാരുടെ
സുലഭമായ സൗകര്യം, എന്ത് ചോദിച്ചാലും ഒരു ആൻസർ കൃത്യമായി തരുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഗെയിംസിന് വേണ്ടി പ്രത്യേക ഒരു ഡെസ്ക് തന്നെ ഉണ്ടായിരുന്നു. അക്കോമഡേഷന് വേണ്ടി പ്രത്യേകം ഒരു ഡെസ്ക് ഉണ്ടായിരുന്നു. കൂടാതെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെയും പറഞ്ഞു തരുവാനായിട്ട് ഉണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമായ ബുക്കുകൾ ലഭിക്കുന്ന ഒരു സ്റ്റാളുണ്ട്. കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ സെക്ഷൻ്റെയും റേഡിയോളജി, ഫിസിയോതെറാപ്പി എന്നിവയുടെയൊക്കെയും സെക്ഷൻ്റെയും ഏരിയയാണ്. നമുക്ക് അതൊക്കെയും കയറി കാണാനുള്ള ഒരു സൗകര്യം കൂടിയായിരുന്നു ഇന്ന് ഓപ്പൺ ഡേയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കാണിക്കുന്ന ഓരോ സെക്ഷനും അവർ നമ്മളെ വിളിച്ചുകൊണ്ടുപോയി കാണിക്കുകയാണ്. കാരണം നമ്മളവിടെ എന്ത് ഫെസിലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളോട് പറയുക. ട്രെയിനിങ് സെൻറ്ററിൻ്റെ അകത്തെ ഒരു വ്യൂ ആണിത്. കോഫി ഷോപ്പ് അങ്ങനെയുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകമായിട്ട് കോഫി കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് അവരുടെ ഫസ്റ്റ് സെക്ഷനായിരുന്നു. ആ സെക്ഷനിലെ വീഡിയോ ആണ്. പ്രാക്ടിക്കൽ റൂമും അവരെങ്ങനെയാണ് പേഷ്യൻസിനെ പഠിപ്പിക്കുന്നതെന്ന് അവർ ഡെമ്മി വെച്ചിട്ടുണ്ട്. ഡെമ്മി വഴിയാണ് ആദ്യമൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നീട് പ്രാക്ടിക്കലിനായിട്ട് ഹോസ്പിറ്റലിൽ വിടും. പലരുടെയും മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് താഴത്തെ വശം നിങ്ങൾ കാണിച്ചത്. ഡെമ്മിയായി നിരവധി ബൊമ്മകൾ വെച്ചിട്ടുണ്ട്. അവയിൽ ആണ് ആദ്യം നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. കുട്ടികൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവിധ എക്സ്പെരിമെൻറ്റ്സിനും തയ്യാറാക്കിയ ഡെമ്മികളാണുള്ളത്. ഇത് ലൈബ്രറി സെക്ഷനാണ്. നമ്മുടെ കൂടെയുള്ളവരുടെ വീഡിയോ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് വീഡിയോ മാറ്റുന്നത്. ലൈബ്രറിയിൽ ഇഷ്ടമായ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നതിനും അവിടെ ഇരുന്ന് പഠിക്കുന്നതിനും വീട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലൈബ്രറിയുടെ ഉൾവശമാണിത്. വേഗം ഓടിച്ചു പോകുന്നതിനാൽ തന്നെ ലൈബ്രറിക്ക് ആവോക്കും കൃത്യമായി കാണിക്കാൻ സാധിക്കുന്നില്ല. കാരണം ദീർഘദൂരം ഉള്ള ഒരു വീഡിയോ നിങ്ങൾ ആരും കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് എനിക്കും അറിയാം. യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എല്ലായിടത്തും നിറച്ച് സ്റ്റുഡൻസുകളാണ്. സബ്വേ അങ്ങനെയുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള സുലഭമായ ടോയ്ലറ്റുകൾ, നല്ല സ്റ്റഡി റൂമുകൾ. ഇവരുടെ നിലവാരമാണെങ്കിലും വെരി ഗുഡാണ്. ഗോൾഡൻ റേറ്റുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. 25ാം സ്ഥാനത്താണ് ലോക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളത്. നേഴ്സിംഗും മാത്രമല്ല മറ്റു കോഴ്സുകൾക്കും എൻജിനീയറിങ്ങിനും ഒക്കെയും ഇവിടെ സൗകര്യങ്ങളുണ്ട്. ലോ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അവർക്ക് ഇവിടെ സൗകര്യമുണ്ട്. ഇത് ഹോസ്റ്റലാണ്. നമ്മൾ ഹോസ്റ്റലിൻ്റെ ഒരു സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഹോസ്റ്റൽ റൂമും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. പലരും കൂടെ ഉള്ളതിനാൽ തന്നെ അവരുടെ മുഖം കാണിക്കാതിരിക്കാൻ ഞാൻ വീഡിയോ വെട്ടിച്ചിരിക്കുന്നത്. ഹോസ്റ്റലിലെ വിസിറ്റേഴ്സിനുള്ള സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാനും വിസിറ്റേഴ്സുമായി സല്ലപിക്കാനും അല്ലെങ്കിൽ കൂട്ടുകാരുമായി സല്ലപിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാ റൂമും തന്നെ സിംഗിൾ റൂമുകളാണ്. അതിനകത്ത് ഒരു ബാത്റൂം 5 പേർക്ക് വേണ്ടി മാത്രമാണ്. കിച്ചണും 5 പേർക്ക് വേണ്ടി ഒരു കിച്ചണാണുള്ളത്. ഹോസ്റ്റലിൻ്റെ മുൻവശമാണ് ഇത്. അവിടെ സ്ഥിരമായി കാണുന്ന ഹോസ്റ്റലിലേക്കുള്ള ബസ്സിൻ്റെ ഇതാണ്. യൂണിവേഴ്സിറ്റി ബസ്സിൻ്റെ ഉൾവശമാണിത്. നിരവധി മലയാളികളാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പോലും 30 മലയാളി കുട്ടികൾ നേഴ്സിംഗിന് മാത്രമായിട്ട് അഡ്മിഷൻ എടുത്തതാണ്. അതിന് ഇതുപോലെ വിവിധ കോഴ്സുകൾക്കായി മലയാളികൾ ഇന്ത്യയിൽ നിന്നുള്ള വിദേശത്തു നിന്നുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹോസ്റ്റലിൻ്റെ ഉൾവശത്തെ കിച്ചൻ്റെ ഒരു വീഡിയോ ആണിത്. ഇത് ഒരു VIP ബെഡ്റൂമിൻ്റെ റൂമാണ്. VIP എന്ന് പറഞ്ഞാൽ ഇത് ഒരു എക്സ്പെൻസീവ് ആണ്. ഇതിനകത്ത് ടോയ്ലറ്റും ഉണ്ട്. 174 പൗണ്ടാണ് ഒരു വീക്കിൽ ഇവിടെ വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച 135 പൗണ്ടാണ്. കൂടാതെ ഒരു 115 രൂപയുണ്ട്. ആ റൂം ഇന്ന് ഓപ്പൺ ആയിരുന്നു. നമ്മൾക്ക് ഷെയർ ആയിരിക്കും ടോയ്ലറ്റ്സ്. ഇല്ല, അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ സാധിച്ചില്ല. ചാർജ് ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് അത് എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള സ്റ്റുഡൻസ് അവർക്ക് അത് കൊടുക്കാൻ താല്പര്യമില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന പിള്ളേർക്ക് 115 റൂം മതിയാവും.
കാരണം അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്ന് തുറക്കാഞ്ഞത്. ഇത് അതിനോട് ചേർന്നുള്ള ആ 115 ചേർന്നുള്ള ഒരു സെക്ഷൻ്റെ ഭാഗമാണ്. ഇവിടെ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. വിശാലമായ സൗകര്യം തന്നെ ഉണ്ട് എന്ന് പറയാം. ആവശ്യത്തിന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇത് അവിടുത്തെ ടൗൺ സിറ്റിയാണ്. ഡെർബിയിലെ ഹോസ്റ്റലിൻ്റെ മുൻവശത്തുള്ള ഒരു മാർക്കറ്റിലേക്കുള്ള റോഡാണിത്. ഇവിടുന്ന് സ്വല്പം ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലെത്താവുന്നതേ ഉള്ളൂ. എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. തിരിച്ചു പോവാം. തിരിച്ച് ബസ്സിലേക്ക് പോവുകയാണ്. ഹൈഡ്രജൻ ബസ്സുകളാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഹൈഡ്രജൻ ബസ്സുകളെ പറ്റി കേട്ടുകെട്ടേ ഉള്ളായിരിക്കും. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ബസ്സിൻ്റെ ഉൾവശമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സാധാരണ ബസ് പോലെ തന്നെയാണ്. ശബ്ദമോ മറ്റു മലിനീകരണ ശബ്ദമോ ഒന്നും ഇല്ലാത്തതാണ്. ഇതാണ് ഡെർബി റെയിൽവേ സ്റ്റേഷൻ. പലരും റെയിൽവേ വഴിയാണല്ലോ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതെന്തുകൊണ്ട് കാണിക്കുന്നു ചോദിച്ചാൽ അവിടെ വരുന്നവർക്കും പോകുന്നവർക്കും അവിടുത്തെ വിവരങ്ങളൊക്കെയും തന്നെ എല്ലാം ഒരു ബേസിക് ഐഡിയ കിട്ടുന്നത് തന്നെയാണ്. നല്ല മഴയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ